Today we will discuss about connectivity of regions. നമ്മൾ പറഞ്ഞ ലൈൻ ഇൻ്റഗ്രലൊക്കെ കഴിഞ്ഞു. പുതിയൊരു ടോപ്പിക്കാണ് കണക്ടിവിറ്റി ഓഫ് റീജിയൻസ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഓപ്പൺ റീജിയൻ എന്താണെന്ന് അറിയണം. നമുക്കറിയാം ഓപ്പൺ റീജിയൻ എന്താണ്. അപ്പോൾ ഡെഫിനിഷൻ ഇതാണ്: എ റീജിയൻ ആർ ഈസ് സെഡ് ടു ബി ഓപ്പൺ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ബൗണ്ടറി പോയിന്റ്സ്. അപ്പോൾ ഒരു റീജിയൻ എടുക്കുക, ആ റീജിയന്റെ ബൗണ്ടറി പോയിന്റ്സ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയും ആ റീജിയൻ ഓപ്പൺ ആണ്. അതാണ് ഓപ്പൺ റീജിയൻ. നമ്മളിതിൽ മെയിനായിട്ട് കണക്ടിവിറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ 2 ഡയമെൻഷനൽ കേസിൽ കണക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കണക്ടിവിറ്റി ഇൻ 2 dimension. A region R is connected if every pair of points A and B in the region R can be joined by a piecewise smooth curve that lies entirely in the region. അപ്പോൾ ഒരു റീജിയൻ ആർ എന്ന് പറഞ്ഞ റീജിയൻ കണക്റ്റഡ് ആവണമെങ്കിൽ ആ ആർ എന്ന് പറഞ്ഞ റീജിയനിലെ ഏത് 2 പോയിന്റ്സ് എ ബി എടുത്താലും ആ 2 പോയിന്റ്സും ഒരു പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള കേർവ് കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റീജിയൻ ആർ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണെന്ന്. അപ്പോൾ ഒരു റീജിയൻ എടുത്തു, അതിനുള്ളിൽ ആ റീജിയനിലുള്ള ഏത് പോയിന്റ് 2 പോയിന്റുകൾ എടുത്താലും അത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള കേർവ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ റീജിയൻ കണക്റ്റഡ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സിംപ്ലി കണക്റ്റഡ്. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒത്തിരി ആവശ്യമുള്ളതാണ്. സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. അപ്പോൾ ഈ റീജിയൻ ആർ ഈസ് സെഡ് ടു ബി സിംപ്ലി കണക്റ്റഡ് if it is connected and every simple closed curve lying entirely within R can be continuously shrunk or contracted to a point without leaving the region R. എന്നുവെച്ചാൽ ഒരു പ്ലെയിൻ റീജിയൻ ആർ സിംപ്ലി കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് ആ റീജിയൻ കണക്റ്റഡ് ആവണം. മാത്രമല്ല ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ആ റീജിയനിലെ ഏത് സിമ്പിൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏതൊരു കേർവ് എടുത്താലും, ആ റീജിയനിലെ ഏത് കേർവ് എടുത്തു കഴിഞ്ഞാലും, സിമ്പിൾ ക്ലോസ്ഡ് കേർവ് എടുത്തു കഴിഞ്ഞാലും ആ സിമ്പിൾ ക്ലോസ്ഡ് കേർവ് ആ റീജിയനകത്ത് തന്നെ ഉണ്ടാവുകയും വേണം. പിന്നെ ആ കേർവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇപ്പോൾ ഇത് നമ്മുടെ കേർവ് ആണെങ്കിൽ ആ കേർവിനെ നമ്മളിങ്ങനെ ചുരുക്കി എടുക്കുകയെന്ന് വിചാരിക്കും. ചുരുക്കി ഒരു പോയിന്റിലേക്ക് ചുരുക്കി എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് എവിടെ ഉണ്ടാവണം? നമ്മുടെ റീജിയനകത്ത് തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും സിംപ്ലി കണക്റ്റഡ് ആണ്. അപ്പം എന്ന് വെച്ചാൽ ഇതൊരു വേറൊരു മീനിങ് കൂടെ പറയാം നമുക്ക്. സിംപ്ലി കണക്റ്റഡ് എന്ന് വെച്ചാൽ റീജിയനകത്തൊരു ഹോൾ ഉണ്ടാവരുത്. റീജിയൻ സിംപ്ലി കണക്റ്റഡ് റീജിയൻസ് ഹാസ് നോ ഹോൾസ്. അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. സിംപ്ലി കണക്റ്റഡ് റീജിയൻ ഹാസ് നോ ഹോൾസ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ റീജിയൻ. ഇത് റീജിയൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട്. അപ്പം ഇത് മൊത്തമാണ് നമ്മൾ റീജിയനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ റീജിയൻ ഒഴിവാക്കിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഇതൊരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആവില്ല എന്തായാലും, കാരണം ഹോൾ ഉണ്ടാവാൻ പാടില്ല സിംപ്ലി കണക്റ്റഡ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കർവ് എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു കർവ്, സർക്കിൾ പോലെ ഒരു കർവ് എടുത്തു, അതിങ്ങനെ ചുരുക്കി സെന്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പോയിന്റ് ഏകദേശം ചിലപ്പോൾ ഇവിടെയൊക്കെ വരും. അല്ലെങ്കിൽ ഇതിന് ചുറ്റും തന്നെ എടുത്താൽ മതി. ചുരുക്കി കൊണ്ടുവരുമ്പോൾ സെന്ററിൽ എത്തുമ്പോൾ ഇവിടെ വരും. പക്ഷെ ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റീജിയനകത്തില്ല, അല്ലേ? അതിങ്ങനെ ചുരുക്കി കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തും. അത് നമ്മുടെ റീജിയനകത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ റീജിയൻ ആർ എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ സിംപ്ലി കണക്റ്റഡിന് ഒരു എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിച്ചു തരാം.
സിംപ്ലി കണക്റ്റഡ് റീജിയൻസിന് ഫോർ എക്സാമ്പിൾ അപ്പോൾ ഇങ്ങനൊരു കർവ് എടുക്കാം, ബ്ലൂ കൊണ്ടായിരിക്കാം. അപ്പം ഇങ്ങനൊരു ഈ റീജിയൻ മൊത്തം ഇപ്പം ഇതിലിങ്ങനെ ഇതൊക്കെ ഒരു കർവായിട്ട് എടുക്കാം. ഇതൊരു കർവാണ്. ഇങ്ങനെ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇങ്ങനെ ശ്രങ്ക് ചെയ്ത് മൊത്തമാണ് റീജിയൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ശ്രങ്ക് ചെയ്ത് കൊണ്ടുവരുന്ന പോയിന്റ് എന്തായാലും ഇതിനകത്ത് തന്നെ ആയിരിക്കും വരിക, അല്ലെ? അപ്പം ഇത് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ മാർക്ക് ചെയ്യുന്നത് ഇത് കർവാണ്. അപ്പൊ ഇത് എക്സാമ്പിൾ ഓഫ് സിംപ്ലി കണക്റ്റഡ് റീജിയൻ എക്സാമ്പിൾ ആണ്. ഇനി ഇതിൽ തന്നെ കുറച്ച് വേർഡ്സും കൂടെ ഉണ്ട്. നമുക്ക് ഡബ്ലി കണക്റ്റഡ്, അതുപോലെ മൾട്ടിപ്ലി കണക്റ്റഡ്, അതൊക്കെ എന്താന്നായിട്ട് നോക്കാം. അപ്പൊ ഇതിന്റെ കൂടെ ആ റിമാർക്കും കൂടെ എഴുതിക്കോളൂ. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന അർത്ഥമാക്കുന്നതാണ് ഇഫ് സി ഈസ് എനി സിമ്പിൾ ക്ലോസ്ഡ് കർവ് ലൈയിങ് എൻറ്റയർലി ഇൻ ആർ then the region in the interior of C also lies in R. That is a simply connected region has no holes. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ റീജിയൻ ആർ എന്ന് പറഞ്ഞ റീജിയൻ ഇതാന്ന് വിചാരിക്കാം. എൻ്റെ റീജിയനാണ് ആർ. ഇനി ഇതിനകത്തുള്ള ഒരു കേർവ് ഞാൻ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കേർവ് സി. ഇപ്പൊ ഈ സി എന്ന് പറഞ്ഞ കേർവ് എടുത്തു കഴിഞ്ഞാൽ ഈ സി എന്ന് പറഞ്ഞ കേർവിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ പോർഷനും ആർ എന്ന് പറഞ്ഞ റീജിയനകത്ത് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഇത് ഉൾപ്പെടാത്ത റീജിയനാണെന്ന് വിചാരിക്കാം. ഈ കേർവിനുള്ളിലുള്ള പോർഷൻ നമ്മുടെ റീജിയനിൽ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താ വരും? ഹോള് വരും. അപ്പൊ നമുക്ക് ഒരിക്കലും ഈ കേർവിനെ നമ്മൾ ഇങ്ങനെ ഷ്രങ്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റീജിയനകത്ത് തന്നെ ആ പോയിന്റ് വരുത്താനായിട്ട് കഴിയില്ല. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സിമ്പിളി കണക്റ്റഡ് അല്ലാതെയായി മാറും. അപ്പൊ ഈ സി എന്ന് പറഞ്ഞ കേർവിന്റെ അകത്തുള്ള പോർഷനും കൂടെ ഈ റീജിയനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. എന്ന് വെച്ചാൽ ഈ ഏതൊരു കേർവ് എടുത്താലും അതിന്റെ ഇന്റീരിയറും എന്തിൽ വരണം? ഈ റീജിയനകത്ത് വരണം. അപ്പൊ അതാണ് ഈ റിമാർക്കിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡബ്ലി കണക്റ്റഡ് റീജിയൻ എന്താണെന്നാണ്. അപ്പോൾ ഇഫ് ദ റീജിയൻ ആർ കണ്ടെയ്ൻസ് എ ഹോൾ ദെൻ there exists simple closed curve that cannot be shrunk to a point without leaving R. Such a region is said to be doubly connected since its boundary has two distinct points. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റീജിയനിൽ ഒരു ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ മുന്നേ വരച്ച തന്നെ ഇതാണ് നമ്മുടെ മൊത്തം പോർഷൻ. അതിൽ ഒരു ഹോളുള്ള റീജിയൻ എന്ന് വെച്ചാൽ ഈ കേർവിനുള്ളിലുള്ള പോർഷൻ നമ്മുടെ റീജിയനിൽ വരുന്നില്ല. ഇത്രയും റീജിയൻ വരുന്നില്ല. ഇതാണ് നമ്മുടെ റീജിയൻ എങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇതിലുള്ള ഉള്ളിലുള്ള പോർഷൻ നമ്മുടെ റീജിയനിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇനി ഇവിടെ ഒരു കർവ് എടുത്തു വിചാരിക്കാം. ആ കർവിനെ നമുക്ക് ഷ്രങ്ക് ചെയ്തിട്ട് ഈ ആറിനകത്ത് തന്നെ വരുത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള റീജിയനെ നമ്മൾ പറയുക ഡബ്ലി കണക്റ്റഡ് എന്ന്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഷ്രങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഹോള് മാത്രമുള്ള റീജിയനെ നമ്മൾ ഡബ്ലി കണക്റ്റഡ് എന്ന് പറയും. ഇനി അതുപോലെ എൻഫോൾഡ് കണക്റ്റഡ് ഓർ മൾട്ടിപ്ലി കണക്റ്റഡ് എന്താ നോക്കാം. അപ്പൊ ഈ റീജിയൻ വിത്ത് n-1 ഹോൾസ് ഈസ് സെഡ് ടു ബി എൻഫോൾഡ് കണക്റ്റഡ് ഓർ മൾട്ടിപ്ലി കണക്റ്റഡ്. അപ്പൊ n-1 ഹോൾസ് ഉള്ള റീജിയനെ നമ്മൾ എൻഫോൾഡ് കണക്റ്റഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ 2-1 എന്ന് വെച്ചാൽ 1 ഹോൾ ഉള്ളതിനെ നമ്മൾ ഡബ്ലി കണക്റ്റഡ് എന്ന് പറയുന്നു, അല്ലെ? എന്ന് വെച്ചാൽ 2 ഫോൾഡ് കണക്റ്റഡ് എന്ന് പറയുന്നു.
അതുപോലെ തന്നെ അതിൻ്റെ ജനറലൈസ് ചെയ്ത കേസാണിത്. എന്ന് വെച്ചാൽ എൻഫോൾഡ് കണക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ n-1 ഹോൾസ് ഉണ്ടാവണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രിപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ വരയ്ക്കാം. ട്രിപ്ലി കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ട്രിപ്ലി എന്ന് വെച്ചാൽ 3 ആണല്ലേ. അപ്പോൾ ട്രിപ്ലി കണക്റ്റഡ് ആണെങ്കിൽ അവിടെ 3-1 ഹോൾസ് ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് വിചാരിക്കുക. അതിൽ 2 ഹോൾസ്, ഇത് 2 ഒഴികെയുള്ള ബാക്കി പോർഷൻ. അപ്പോൾ ഇത് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ട്രിപ്ലി കണക്റ്റഡ് ആണ്. ട്രിപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കർവ് എടുത്താൽ നമുക്ക് ചിലപ്പോൾ ഷ്രങ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ഇവിടെ ഒരു കർവ് എടുത്താലും നമുക്ക് ഷ്രങ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ എടുത്താലും ഷ്രങ്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലേ. അപ്പോൾ ഇത് ട്രിപ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതുപോലെ n-1 ഹോൾസ് ഉള്ള റീജിയനെ നമ്മൾ പറയും എൻഫോൾഡ് കണക്റ്റഡ് എന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടിപ്ലി കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ ഇതാണ് കണക്റ്റഡ്നെസ്സിനെ പറ്റി ഏകദേശം ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ജസ്റ്റ് ഒരു റിമാർക്കും കൂടി ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഇപ്പം റിമാർക്ക് ഇതാണ്. ദീസ് ഐഡിയാസ്, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ റീജിയൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്ലെയിൻ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ 3 ഡയമെൻഷണൽ കേസിലേക്കും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ 2 ഡയമെൻഷൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ അത് 3 ഡയമെൻഷനിലേക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദീസ് ഐഡിയാസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു റീജിയൻസ് that are not planar, such as general 3-dimensional surface or volumes. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 സ്ഫിയേഴ്സ് എടുക്കുകയെന്ന് വെച്ചാൽ, സ്ഫിയേഴ്സിന്റെ ഷേപ്പ് നമുക്കറിയാം ഫുട്ബോളൊക്കെ പോലെ ഇരിക്കും. പക്ഷെ ഫുട്ബോളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പം അതുപോലെയല്ല. അപ്പം നമുക്ക് എന്തെടുക്കാം, അപ്പോൾ ഫുട്ബോളിന്റെ ഉള്ളിലും കൂടെയുള്ള പോർഷൻ ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒന്നെടുക്കാം. അപ്പൊ അങ്ങനത്തെ 2 ഡിഫറെന്റ് റേഡിയസ് ഉള്ള 2 സ്ഫിയേഴ്സ് എടുക്കാണ്. അപ്പൊ അതിന്റെ 2ന്റെയും കൂടെ എന്ത് ചെയ്യാ, ഇടയിലുള്ള റീജിയൻ 2 കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെക്കാൻ വയ്ക്കുക, 2 സ്ഫിയർ. അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ, ഇങ്ങനെ 2 ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ അതിനിടയിലുള്ള ആ പോർഷൻ, ഇടയിലുള്ള ആ പോർഷൻ എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും. അതിനിടയിൽ എവിടെയും നമുക്ക് ഹോള് വരുന്നില്ല, ഒരു പോയിന്റ് പോലും അതിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല, അല്ലെ. അപ്പോൾ അതൊരു സിംപ്ലി കണക്റ്റഡ് ആയിരിക്കും ആ റീജിയൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ വേറൊരു എക്സാമ്പിൾ നോക്കാം. സിംപ്ലി കണക്റ്റഡ് അല്ലാത്തതിനൊരു എക്സാമ്പിൾ ആണ് ഇന്റീരിയർ ഓഫ് എ ടോറസ്. ടോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷേപ്പ് എന്താണ്, നമ്മൾ ടയർ കണ്ടിട്ടുണ്ട്, അല്ലെ. ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാ, ഏകദേശം ഒരു ഈ ഷേപ്പില്ല വരിക. അപ്പൊ ഇവിടെ ഇതിനുള്ളിലൊക്കെ ഇത് 3 ഡയമെൻഷണൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ നമ്മുടെ ഇതിൽ വരുന്നില്ല, അല്ലെ. അപ്പൊ ഇവിടെ ഹോൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പോർഷൻസ് ഇതിനുള്ളിലുള്ള പോർഷൻ മുഴുവൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പോർഷൻ, ഇങ്ങനെയുള്ള 3 ഡയമെൻഷണൽ സർഫേസ് സിംപ്ലി കണക്റ്റഡിന് എക്സാമ്പിൾ അല്ല. കാരണം ഇവിടെ ഉള്ളിലൊരു ഹോള് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ടോറസ് എന്ന് പറയുന്ന, ഇതിന് നമ്മൾ ജനറൽ ആയിട്ട് പറയാം ടോറസ് എന്ന്. ഈ ഷേപ്പുള്ള മെറ്റീരിയൽസിന് നമ്മൾ ടോറസ് എന്നാണ് നമ്മൾ പറയാ. ടയറിന്റെ ഒക്കെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ടോറസ് എന്നാ പറയാം. അപ്പൊ ഇതെന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡിന് എക്സാമ്പിൾ അല്ല. 2 സ്ഫിയറിന്റെ ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത്, 2 സ്ഫിയറിന് ഇടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് ആണ്. പക്ഷെ ടോറസ് എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് അല്ല. അപ്പൊ ഇതുപോലത്തെ ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും.